Hi, hello, welcome back to my channel, The Expressive Explorer. Jesus, let me know, but they show no fish. They say you found it, but she's still gonna hold on. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടി ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. കാരണം എനിക്ക് അധികം സാധനമൊന്നും വാങ്ങാനില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കുറച്ച് അധിക സാധനങ്ങളൊക്കെ വാങ്ങി. അതുകൊണ്ട് ഈ ആഴ്ച കുറച്ച് സാധനമേ വാങ്ങാവുള്ളൂ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വോനുങ്ങിൻ്റെ ബാൽക്കണി, അതായത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിലാണ്. ഇതാണ് ഇവിടുന്ന് വ്യൂ എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറയാൻ അധികം വലിയ വ്യൂ ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, ഈ സൈഡ് ഫുള്ളും മരങ്ങൾ. പിന്നെ ഇവിടുത്തെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശത്തിൻ്റെ നല്ല വ്യൂ കിട്ടും. എന്താ പറയുക, കുറച്ചുകൂടെ കഴിയുമ്പോൾ സൺസെറ്റ് ആവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പം തന്നെ സൺസെറ്റ് ആവും. ഞങ്ങൾ വരുമ്പോൾ ഒക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും. സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ വ്യൂ ആണ്. നമുക്ക് ആകാശത്തിന് പല കളറൊക്കെ കാണാൻ പറ്റും. അമ്മാതിരി വ്യൂ ആണ്, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളെ കാണിച്ചു തരാം വ്യൂ. ഇത് കണ്ടില്ലേ, ഈ സൈഡ് ഫുള്ള് കാടും മലയൊക്കെയാണ്. അല്ല സോറി, മലയില്ല, കാട് അല്ല, കാടുമില്ല, മരം, കുറേ മരങ്ങളാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, അവിടെ നോക്കിയാൽ ഒരു ചെറിയ മലയൊക്കെ കാണാം. പിന്നെ ഇത് ആകാശം കണ്ടില്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ സൺസെറ്റ് ആകുമ്പോൾ സെറ്റായിരിക്കും. പിന്നെ അവിടെ കണ്ടില്ലേ കുറേ വീടുകളൊക്കെ. അവിടെയാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ എനിക്കിനി അങ്ങോട്ടേക്ക് പോകണം. നമുക്ക് 5:55 ബസ്. ഇപ്പം ഞങ്ങൾക്ക് 3:15 വരെ ജോലി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു, റെഡിയായി. ഇനിയിപ്പം ടൈം ആവാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോകാൻ നേരത്തെ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാണ്. കാരണം ഇന്നാണ് പിന്നെ കുറച്ചുകൂടെ വെയിൽ വന്നത്. ഇന്നലെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അകത്തോട്ട് പോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മരയ്ക്കും. അപ്പോൾ ഞാൻ ബാക്കി ഇനി വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുക. അപ്പം അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ആ കാണുന്ന ബിൽഡിങ്ങില്ലേ, അവിടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, താമസിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. താഴെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ മറ്റേ സൺസെറ്റിൻ്റെ കാര്യം, പല കളറിൽ സൺസെറ്റ് വരുമെന്ന്. അപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ താഴെ ഇറങ്ങി വന്ന് നോക്കിയപ്പം ആകാശത്തൊരു റോസ് പോലത്തെ കളറ്. അത് നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ശരിക്കും ഒരു റോസ് കളറ്. ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കാണുന്നത്. നോർമലി നമ്മൾ സൺസെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു യെല്ലോയും ഓറഞ്ചും കൂടിയ കളറല്ലേ നമ്മുടെ മനസ്സിൽ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനും ഈ കളർ കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ബിൽഡിങ്, അതായത് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത് ഇടയ്ക്ക് മാത്രമേ ഓപ്പൺ ആയി കാണുന്നുള്ളൂ. ഞങ്ങൾ വന്ന ടൈമിൽ ഓർത്ത് ഇതിനിപ്പോൾ പൂട്ടിയിട്ടാണെന്ന്. ഒരു വട്ടം ഇടയ്ക്ക് ഞങ്ങൾ നോക്കിയപ്പോഴാണ് കണ്ടത്. ഒരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അധികം സിറ്റികളിലാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബസ് കയറിയാൽ മതി. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് 2 ബസ് കയറി വരണം. ഒന്നാമതപ്പോൾ രാത്രി കൂടെ, അപ്പോൾ 2 ബസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങാൻ പോവുക. ഫസ്റ്റ് ലിഡിലാണ് പോകുന്നത്. ലിഡിൽ പോയിട്ട് കുറച്ച് അവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറച്ച് തൊട്ടപ്പുറം തന്നെ ആൽഡി, റവേ എന്നൊക്കെ പറയുന്ന കടകളുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി സാധനങ്ങൾ വാങ്ങാമെന്ന് ഓർത്താൽ. പിന്നെ ഞാൻ ലിഡിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പുക കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഓക്കെ, അപ്പോൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞാൽ ലിഡിലെത്തിയാണ്. ലിഡിൽ വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ചില ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിന് നമുക്ക് ഓഫേഴ്സിൽ കിട്ടും. അതായത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് നമുക്ക് അതിനൊക്കെ ഓഫേഴ്സ് വരും. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, ലിഡി പ്ലസ്. അതിൽ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണിക്കുന്ന മിഷൻ എന്താണെന്ന് വെച്ചാൽ കോഫി ക്യാപ്പച്ചീനോ ഒക്കെ കിട്ടുന്ന, നമുക്ക് €1 ഇവിടെ കോഫി ക്യാപ്പച്ചീനോ ഒക്കെ കിട്ടും. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട കോഫിയോ ക്യാപ്പച്ചീനോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നോർമലി ഞങ്ങളത് പോകാൻ ഇറങ്ങുമ്പോഴാണ് വാങ്ങുന്നത്. ഞങ്ങൾ ഇന്നാണ് വിട്ടത്, വാങ്ങിയുമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വാങ്ങി. അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തീരെ മധുരം കുറവായിരിക്കും. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. അതുകൊണ്ട് ഒത്തിരി ഒന്നും വാങ്ങയില്ല, കുറച്ചേ ഉള്ളൂ. ഇവിടെ പിന്നെ കൂടുതലും വിയറ്റ്നാമീസൊക്കെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണെങ്കിലും ഞങ്ങളെക്കാൾ കൂടുതലും ജർമ്മൻസിനേക്കാൾ കൂടുതലും വിയറ്റ്നാമീസാണ്.
അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ്സും അതേപോലെ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചൊക്കെ ചോപ്പ് സ്റ്റിക്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. സൂഷി ആണെങ്കിലും അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ലിഡിലിൽ വന്നത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണം. പിന്നെ എന്താണ് ചിക്കന് ഓഫർ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങണം. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പക്ഷേ എന്ത് ചെയ്തു, ഫ്രൂട്ട്സ് വാങ്ങിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഞങ്ങൾ പേഴ്സിമണാണ് വാങ്ങാറ്. ആപ്പിൾ ഞങ്ങളിപ്പോൾ കഴിച്ച് ആപ്പിളും മടുത്ത്, അതുകൊണ്ട് പേഴ്സിമൺ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്രീൻ കളർ കണ്ടോ, അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു, കാരണം ആ ഒരു സെക്ഷനിലാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ വെജിറ്റബിൾസും എടുത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ വാങ്ങിയ ബ്രോക്കലി മഷ്റൂമൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വേറെ വാങ്ങിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ബെറീസ്, സ്ട്രോബെറി, റാസ്ബെറി, അതുപോലെ തന്നെ എന്താണ് ബ്ലൂബെറി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതും വാങ്ങിയില്ല ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് സ്നാക്കാണ്, നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഞങ്ങൾ എല്ലാ തവണയും അത് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർ കൂടുതലും ബ്രെഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതും ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഒരു സ്നാക്ക് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ നമുക്കാണെങ്കിൽ എന്താണ് ബ്രെഡ്സൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് അതിലൊരു മിഷ്യൻ കാണാൻ പറ്റും. ആ മിഷ്യനിൽ നമുക്ക് ആ ബ്രെഡ് ഇട്ട് കൊടുത്താലും നമുക്ക് വേണ്ട തിക്നെസ്സിൽ അത് സ്ലൈസ് ചെയ്ത് കിട്ടും നമുക്ക്. ആ മിഷനാണ് ഈ കാണിക്കുന്നത്. ഇതിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്കിതിൽ ബ്രെഡ്സ് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല കേട്ടോ, ഒരു ദിവസം ചെയ്യാം. ഇതാണ് ഞാൻ ഇന്നെടുത്തേക്കുന്ന സ്നാക്ക്. ഇത് ആക്ച്വലി ഡോണറ്റ് അല്ല, പക്ഷേ കാണുമ്പോൾ ഡോണറ്റ് പോലെ ഇരിക്കും. പിന്നെ ഞങ്ങൾക്ക് കോഫി പൗഡറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അങ്ങനെ കോഫി പൗഡറൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ താഴെ മിക്സസ് ആണ് ഇരിക്കുന്നത്, നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ക്യാപ്പിച്ചിനോയുടെ ഒക്കെ അങ്ങനെ. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷനാണ് നമ്മുടെ കേരളക്കര വെയിറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ. ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ഡ്രിങ്ക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അധികം റേറ്റും ഇല്ല, ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ, ഹോണസ്റ്റ്ലി സത്യമായിട്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അധികം റേറ്റൊന്നും ഇല്ലാണ്ട് കാണാം. പിന്നെ ഈ കാണിക്കുന്ന ഡ്രിങ്ക്സ് കണ്ടോ, ഇതാണ് കേപ്ഷൻ. ഇതിൽ ജർമ്മൻസിൻ്റെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വേറെ ഇനിയിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളും ഇല്ല. ഇപ്പോൾ വോഡ്ക അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ റോട്ട് കേപ്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തേത് മസ്റ്റായിട്ട് ഇവരുടെ പരിപാടിയിൽ കാണുന്നൊരു ഡ്രിങ്കാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ കാണിക്കുന്നതും നമുക്ക് റെഡി ടു ഈറ്റ് അല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അല്ല, ഇതിനെക്കുറിച്ച് എനിക്ക് അധികം ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതും എന്താണ് നമ്മുടെ മറ്റെന്താണ് വിയറ്റ്നാമീസും കൊറിയൻസൊക്കെ കഴിക്കുന്ന ഐറ്റംസാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കണ്ടോ, അത് പച്ചമീൻ സൂഷിയാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഞങ്ങൾക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉള്ളത് ഞാൻ പച്ചമീൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അത് സാൽമൺ ആണ്, പക്ഷെ അതത്ര കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പതിവില്ലാത്ത ഒരാളെ കണ്ടു, അതാണ് മൂൺ. നോർമലി ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ മൂണിനെ കാണാൻ കിട്ടാറില്ല, വല്ലപ്പോഴൊക്കെ കാണാൻ കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ മൂണെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന മൂണില്ലേ, അതായിരുന്നേ. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. പക്ഷേ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും എനിക്ക് ആകെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, എന്നാൽ പോലും എന്താ വീഡിയോ ഇടാത്തതെന്ന് അന്വേഷിക്കുന്ന കുറച്ച് പേരുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാണെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്തത് തന്നെ. ഞാൻ പക്ഷേ ഉറപ്പായിട്ടും ഇനിയിപ്പം അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യും. ലിഡിലിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പം ആൽഡിയിലേട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറയുന്നത് തിരിഞ്ഞ് പോകുന്ന വഴിക്ക് 2 സിഗ്നൽ ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്നൽ ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മുടെ കൈ വെക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൈ വെച്ച് കഴിയുമ്പം ഇപ്പോൾ കാണുന്ന ആ സിഗ്നലിൽ ആ റെഡ് കളർ കണ്ടോ, ആ റെഡ് ഇനി കണ്ടോ ഗ്രീൻ ആവും. ആ ഗ്രീൻ ആവുമ്പോൾ നമുക്ക് നടന്നു പോകും, വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വരും. പിന്നെ അതേപോലെ തന്നെ അടുത്ത സിഗ്നൽ കിടക്കാനും ഇവിടെ കൈ വെക്കുന്ന സാധനമുണ്ട്, അതിൽ കൈ വെച്ചാൽ ഇതിൽ സിഗ്നൽ കംസ്, അതായത് സിഗ്നൽ ഇപ്പോൾ വരും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി അതും ഗ്രീൻ ആയി കഴിയുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ എന്താണ് ഇങ്ങനെ നമ്മളിപ്പോൾ അവിടെ ഒരു സീബ്ര ക്രോസിലാണെങ്കിലും നമ്മൾ കയറി നിന്നാലും വണ്ടി അതിൻ്റെ പാട്ടിന് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അത് ഭയങ്കര പെർഫെക്റ്റ് ആണ് റൂൾസൊക്കെ. നമ്മൾ ഇപ്പോൾ ഒരു സീബ്ര ലൈനിലാണെങ്കിലും കയറി നിന്നാൽ പിന്നെ വണ്ടികളൊന്നും പോലും നമുക്ക് എല്ലാവരും വണ്ടി നിർത്തിത്തരും. ഇവിടെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ആൽഡിയുള്ള അങ്ങോട്ടേക്ക് എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൽഡി മാത്രമല്ല, ഒരു എന്താണ് ഗ്രൂപ്പ് ഓഫ് കുറേ ഷോപ്സ് ഉണ്ട്, ഒത്തിരി കടകളുണ്ട്, നമുക്ക് എവിടെ വേണോ കയറാം. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജാക്കറ്റ്സും ഡ്രസ്സൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ ഇത് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ ആ ഷോപ്പ്. പിന്നെ ഈ പക്ഷേ അങ്ങനെ കുറേ കടകളുണ്ട്. നമുക്കിപ്പം എന്താണ് മേക്കപ്പ് സാധനങ്ങൾ വേണ്ട കടകളുണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ വിൻ്റർ വെയർസ് വേണ്ട കടകളുണ്ടെങ്കിൽ അതുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ പുറത്തൊക്കെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ വെയർ കുറേ ഇട്ടിട്ടുണ്ട്.
എന്താണ് ഇപ്പോൾ ജാക്കറ്റ് ആണെങ്കിലും സ്കാർഫ് ആണെങ്കിലും അങ്ങനെ കുറേ വിൻ്റർ വെയർസ് സാധനങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ കയറാം. പിന്നെ അതേപോലെ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് നമുക്കിപ്പോൾ ചുമ വരുമ്പോഴൊക്കെ ആണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന ചായ അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലത് അത്രയില്ല. ഇവിടെ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ചായകളും കോഫീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇപ്പം ഞങ്ങൾ പോകുന്നത് ആൽഡിയിലാണ്. ആൽഡിയിൽ നിന്ന് അധികം സാധനമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ലിഡിലിയിൽ നിന്ന് വാങ്ങി. ഇപ്പം ആൽഡിയിൽ പോയി ഇനി ബാക്കി കുറച്ചുകൂടെ വാങ്ങണം. അപ്പം ഫസ്റ്റ് ഞങ്ങൾ മീറ്റിൻ്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ആൽഡിയിൽ ഓഫർ ഉണ്ടായിരുന്നു. ആൽഡിയിൽ 600 ഗ്രാം ഓഫ് ചിക്കന് ഏതാണ്ട് 4 പോയിൻറ്റ് ഉണ്ടായുള്ളൂ. നേരത്തെ 400 ഗ്രാമിനായിരുന്നു 4 പോയിൻറ്റ് ഇപ്പോൾ അത് ഓഫർ ഉള്ളതുകൊണ്ട് 600-നാക്കി. അപ്പോൾ ഞങ്ങൾ ആൽഡിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് 2 ബസ് കയറണം. അപ്പോൾ ഒരു ബസ് കയറി ഞങ്ങൾ വന്നിറങ്ങി. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ 2ാമത്തെ ബസ് വരുന്നത് ഇതൊരുമാതിരി എന്താ പറയുക, സർക്കസിനൊക്കെ പോകുന്ന പോലത്തെ ബസ്സില്ലേ, കുറേ ഓൾട്രേഷനൊക്കെ ചെയ്ത് ലൈറ്റ്സൊക്കെ ഉള്ള. എനിക്ക് ആക്ച്വലി അങ്ങനത്തെ വണ്ടി ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറി, ബസ്സിലാണെങ്കിൽ ഒറ്റ മനുഷ്യരില്ല. ആകെ ഞങ്ങൾ 2 പേരും പിന്നെ ഒരു പുള്ളിയും പിന്നെ ഒരു ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആരും തന്നെ ബസ്സിലില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ബസ്സിൽ അവർ സർവീസ് ചെയ്തോളും. പിന്നെ ഇപ്പോൾ കാണിച്ചു തരുന്ന ആ ഒരു ബിൽഡിംഗ് ഇവിടുത്തെ കാസിലാണ്. അത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇരുട്ടായി ഇപ്പം തന്നെ. ഏതാണ്ട് സമയം 7:15 കണ്ടായിട്ടുള്ളൂ രാത്രി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി. ഞങ്ങളുടെ ബസ് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു പോകുന്നു. ഇനി ഞങ്ങളിപ്പം അപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുകയാണ്. ജസ്റ്റ് ഒരു കയറ്റം കയറി പോകണം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബെർക്രിസ്റ്റൽ. ഇതാണ് ഞങ്ങളുടെ ആൾട്ടൻഹൈം. ഞാൻ ഇവിടെ ആൾട്ടൻഹൈമിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഓൾഡ് ഏജ് ഹോമിൽ. ആ കയറ്റം കയറി നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മളൊരു പരിവാകും. കുറച്ച് നമുക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ബെർക്രിസ്റ്റലിൻ്റെ ജസ്റ്റ് ഉള്ളിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അധികം വ്യൂ എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ക്രിസ്മസും കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു. ഇപ്പോഴും അവിടെ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഇരിപ്പുണ്ട്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. നമുക്കിനിയിപ്പോൾ അടുത്ത വിഷു ആവാറ് ഇവിടെ. പിന്നെ അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കുറേ പ്ലാന്റ്സൊക്കെ വെച്ച് എന്താണ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് ഭയങ്കര നൈസ് വൈബുള്ളൊരു സ്ഥലമാണ്. പിന്നെ പ്രായമുള്ളവരായിട്ട് അധികം ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. പിന്നെ അവിടെ കൊളീഗ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പോകും. ഇപ്പം ഞാൻ തിരിച്ച് ഞങ്ങളുടെ വോനൂങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും ജസ്റ്റ് കഴിക്കുക, പിന്നെ ഇനി ഒരു ക്ലാസ് എടുക്കാനുണ്ട് അതെടുക്കുക. ഇന്നിനിയിപ്പോൾ ആ പരിപാടിയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പോയി ഉറങ്ങാം. പിന്നെ നാളെ ഫ്രൈ ആണ്. നാളെ ശനിയാഴ്ചയാണ്. നാളെ ഇവിടെ അവധിയാണ്. അപ്പം ഇനിയിപ്പോൾ നാളെ ചില്ല് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.